ആ മോനെ ദീപക്കേ, വിവരം വല്ലതും അറിഞ്ഞോ? എന്ത് വിവരം? What? Damn it! Shit! എന്തൊരു സന്തോഷം ഇത്. പിന്നെ സന്തോഷിക്കണ്ടേ? കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ വിജയങ്ങളും ആഘോഷിക്കണം, സന്തോഷത്തോടെ ആഘോഷിക്കണം. രാജു, ഞാനൊന്ന് അമ്മയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അമ്മേ, അങ്ങനെ ഫൈനലി പാർട്ടി രൂപീകരണത്തിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് മത്സരിക്കാനും അച്ഛൻ സമ്മതിച്ചു. ഈശ്വര, നന്നായി മോളെ, വളരെ നന്നായി. അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛന്റെ മനസ്സിനേറ്റ മുറിവ് മാറാനുള്ള ഏക മാർഗം ഇത് മാത്രമായിരുന്നു. അതെ അമ്മ, അച്ഛന് ഇലക്ഷന് മത്സരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെ ആവേശം അമ്മന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പോഴും പുറത്ത് ആർപ്പുവിളികളാ. ആ മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ടേ. അമ്മ കോള് കട്ട് ചെയ്തു. പിന്നെ വിളിക്കാന്ന്. മറ്റെന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും. ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നതല്ലേ. പിന്നെ സ്വന്തം മോള് വിളിക്കുമ്പോഴല്ലേ അത്യാവശ്യ കോള്. വർമ്മ സർ. ഹലോ പവിത്ര, തിരക്കിലല്ലോ അല്ലേ? അല്ല, പറഞ്ഞോളൂ സർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോ പവിത്രയെ വിളിച്ചത്. എന്താ സർ, എന്താ കാര്യം? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ച് പവിത്രയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു തീരുമാനമാണ് സർ. സാറിന്റെ ആരോഗ്യനിലയ്ക്ക് മെച്ചപ്പെട്ട സാഹചര്യത്തില് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് സാറിന്റെ മനസ്സിന് നല്ല ഉന്മേഷം നൽകും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം. എന്താ എന്താ പ്രശ്നം? ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ അടിക്കാനും പാടില്ല. ഏയ്, അതൊക്കെ എന്റെ മകളും മരുമകനും നോക്കിക്കോളൂ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു തലവേദന ആയിട്ടില്ല ഇതുവരെ. എല്ലാത്തിൽ നിന്നും ഒന്നകന്നു നിൽക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നമ്മളെ വിട്ടു പോവില്ല സർ. എത്ര അകന്നു പോയാലും ഇഷ്ടമുള്ളതൊക്കെ വീണ്ടും തിരികെ വന്നോണ്ടിരിക്കും. എനിവേ, തന്റെ വളരെ പോസിറ്റീവായ അഭിപ്രായത്തിന് നന്ദി. ഞാൻ വിളിക്കാം. ഓക്കെ സർ. സർ, സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അജന്തയല്ല, അജണ്ട. മനുഷ്യരെ നാട്ടിക്കല്ലേ. ഓ, അജണ്ട. അയൽക്കൂട്ടത്തിന്റെ വാർഷിക വരുമാനം കൂട്ടണം. അതാണ് ആദ്യത്തെ പ്രശ്നം. അതായത് ഒരു മെമ്പർ ആഴ്ചയിൽ 500 രൂപ വെച്ച് നിക്ഷേപം നടത്തണം. അത് ശരിയാ. ആണോ? അതിനെന്താ, നല്ല കാര്യമല്ലേ? അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണല്ലോ. ചിലർക്കൊന്നും അത് അടയ്ക്കാനുള്ള വരുമാനം ഇല്ലെന്ന് തോന്നുന്നു. ദരിദ്രരും ഇല്ല ഇവിടെ. ഇവള് പെറ്റതള്ളക്കിട്ട് ചെളിവാരി എറിയാനാ വന്നിരിക്കുന്നത്, അല്ലാതെ മീറ്റിങ്ങിനൊന്നുമല്ല. എന്റെ അമ്മയ്ക്ക് അതിനൊക്കെയുള്ള വരുമാനം ഉണ്ട്. ഓ, എന്റെ അമ്മയുടെയും 2 ആഴ്ചത്തെ നിക്ഷേപ തുക. മോളെ, വാശി മഴക്കൊന്നും വേണ്ട. അവള് നിന്റെ അനീതിയല്ലേ? അത് ഇവക്കും തോന്നണ്ടേ?
പറയുമ്പോ വ്യക്തി വൈരാഗ്യം എന്ന് തോന്നരുത്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താ അത് കൃത്യമായിട്ട് എല്ലാവരും തിരിച്ചടയ്ക്കണം. എല്ലാവരും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ. അല്ല, ആരാ അടയ്ക്കാത്തത്? രാധമ്മ എന്നൊരു മെമ്പറിന് ഒത്തിരി കുടിശ്ശികയുണ്ട്. രാധമ്മയുടെ കുടിശ്ശിക എത്രയാ ഉള്ളത്? 8600 രൂപ. അതുതാ ഇപ്പൊ തന്നെ അടച്ചേക്കാം. എന്നെപ്പോലെ നീയും കിടന്ന വയറാ ആ പാവത്തിന്റെ ഇത്. പബ്ലിക്കായി കളിയാക്കരുത് കേട്ടടി. സെക്രട്ടറിയും മാങ്ങയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇനി എന്റെ അമ്മയെ കളിയാക്കിയ അമ്മായിയമ്മയെ ഞാൻ തല്ലും, മരുമകളെ ഞാൻ തല്ലും. പറഞ്ഞേക്ക. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ ടൂർ പോവാൻ പ്ലാൻ ചെയ്യും. അതിന് ആഴ്ചയിൽ 1000 രൂപ വെച്ച് പിരിവ് നടത്തണം. അതൊക്കെ അധിക ചെലവാ. ആഴ്ചയിൽ 1000 രൂപ പിരിവ് തരാനൊന്നും എന്റെ കയ്യിലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം.